ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴി കിടന്നത്. അപ്പോൾ നമ്മൾ പോയി എടുത്തുകൊണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയതാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ ബെൽറ്റ് ഫുള്ള് നല്ല രീതിയിലുള്ള ഡാമേജ് ആയിട്ടുണ്ട്, മൊത്തം പൊടിഞ്ഞു പോയി. അപ്പോൾ അത് നമുക്ക് അഴിച്ച് മാറ്റിയിടണം. നിലവിൽ വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല, ബെൽറ്റിൻ്റെ ഡാമേജ് മാത്രമേ പറ്റിയിട്ടുള്ളൂ. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കിയിടാം. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാക്കിലത്തെ ബോക്സ് നമ്മൾ പൊക്കി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട്. കാരണം എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഓയിൽ ലീക്കായി പോകുന്നുണ്ടോ ഈ കാണുന്നത്. അതിൻ്റെ ഈ കവറിൻ്റെ ഉള്ളിലൊരു ഗ്യാസ്കറ്റ് ഉണ്ട്, ഹെഡ് കവർ ഗ്യാസ്കറ്റ്. അത് കൈയോടെ മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് മൊത്തത്തിൽ മൂടി കെട്ടിയാണ്. അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് എഞ്ചിൻ്റെ ഭാഗമൊന്നും കാണാൻ പറ്റില്ലല്ലോ. അവിടെ ഓയിൽ ലീക്ക് വേണ്ട നിങ്ങൾ പ്രത്യക്ഷത്തിൽ കണ്ടുവന്ന് വരിക. കാരണം ഇവിടെയൊക്കെ ചാടിയിട്ട് ഓയിൽ കിടക്കുന്ന കാണണം കേട്ടോ, മൊത്തം പൊടിയൊക്കെ പിടിച്ച്. അപ്പോൾ കൂടുതലായിട്ട് താഴേക്ക് പോയി ഓയിലില്ലാണ്ടൊക്കെ വണ്ടി ഓടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൈയോടെ തന്നെ ഗ്യാസ്കറ്റ് മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അങ്ങനെ ലീക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഓയിലും നല്ല രീതിയിൽ കുറവുണ്ട്. ഏകദേശം ഒരു 250-300 മില്ലിയോളം ഓയിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറവുള്ളത് ഒഴിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ അത് ചെയ്തു പോകണമാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. ബെൽറ്റിൻ്റെയും ഈ ഗ്യാസ്കറ്റ് മാറുന്നതിൻ്റെയും അതിൻ്റെ റബ്ബർ ഓയിൽ ലെവൽ കുറവുള്ളതിൻ്റെ ആ ഓയിൽ ടോപ്പപ്പ് ചെയ്യണതിൻ്റെയും കൂടിയിട്ടൊരു ചാർജ് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആക്കാം. നമുക്ക് ഏകദേശം ഒരു 6:30 ആകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ സെറ്റ് ആക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടാക്കാം കേട്ടോ.